എല്ലാ ലൈറ്റുകളും വാം ലൈറ്റുകളാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇത് ഗേറ്റ് വേ ഓഫ് അന്റാർട്ടിക്കയാണ്. സെൽഫോൺ മെയിനായിട്ട് മേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഉസുവായിലെ ഓൾഡ് എയർപോർട്ടാണ്. ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് മാർട്ടിൽ ഗ്ലേഷ്യർ. ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. വീട്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പോയി. ഇവിടെ മണി വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ നടക്കുന്ന വഴിയാണ് ഒരു ചെറിയ ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. ഞങ്ങൾ ഈ സിറ്റിയിലൂടെ നടന്ന ഉഷുവ പോർട്ട് വന്നു. ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഇതുപോലുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോഴാണ്. ഈ മനോഹരമായ തീരക്കാഴ്ചയോടും മഞ്ഞു മൂടിയ മലനിരകളോടും തൽക്കാലം ഞാൻ യാത്ര പറയുകയാണ്. കടലിലെ ഈ അനന്യ സുന്ദരമായ യാത്ര ശരിക്കും ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ഇതാ നോക്കൂ, തുറമുഖത്തോടടുക്കുമ്പോൾ നമ്മൾ കാണുന്ന കപ്പലുകളും ചുറ്റുമുള്ള കാഴ്ചകളും എത്ര സുന്ദരമാണ്. കാറ്റേറ്റ് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും ഫേവറേറ്റായ മെസ് ഡക്കിലേക്ക് പോവാം. മെസ് ഡക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണശാല. സാലഡുകൾ, ചീസുകൾ, പലതരം ഫ്രൂട്ട്സ്, വെജും നോൺ വെജുമായ വൻ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വീഗൻ ഭക്ഷണപ്രിയർക്കായി പ്രത്യേകം വീഗൻ കോർണർ തന്നെയുണ്ട്. കൂടാതെ ചൂടുള്ള ഭക്ഷണങ്ങളും ഡെസേർട്ട്സുകളും ധാന്യങ്ങളും ഇവിടെ ധാരാളം ലഭ്യമാണ്. ഇവിടുത്തെ എക്സ്പെഡിഷൻ ലെക്ചർ ഹാള്. ഇപ്പോൾ ഈ കപ്പലിലുള്ള 179 പേരും ഇവിടെ ഈ ഹാളിൽ അറ്റൻഡ് ചെയ്യും. കാരണം 175 സീറ്റുണ്ട്. അപ്പോൾ ഈ ഇതിൽ അറ്റൻഡ് ചെയ്ത് ഇവർ ഓരോ വിഷയങ്ങളെക്കുറിച്ച് അതാത് കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾ, എക്സ്പെഡിഷൻ ടീമംഗങ്ങൾ നമുക്ക് നല്ല ക്ലാസ്സുകൾ തരും. എല്ലാം വിജ്ഞാനപ്രദവും നല്ല ആസ്വാദ്യകരവുമായ രസകരവുമായിരിക്കും. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ 10 ദിവസവും ഈ ഹാളിലാണ് ഈ ക്ലാസ്സുകൾ നടന്നത്. എന്തായാലും വേണ്ട ഒട്ടുമിക്ക ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് എല്ലാം കൊണ്ടും വളരെ ഒരു രസകരമായ അനുഭവമാണ്. ഇതാണ് ഇവിടുത്തെ ബാർ കൗണ്ടർ. സാധാരണ ഈ എക്സ്പെഡീഷന് നമ്മൾ കൊടുത്ത തുക കൂടാതെ ഇവിടെ വന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് അഡീഷണലായിട്ട് തുക കൊടുക്കണം. അപ്പോൾ മിക്കപ്പോഴൊക്കെ തന്നെ ഇവിടെ ഓരോരുത്തർ വന്ന് ഡ്രിങ്ക്സുകൾ വാങ്ങി എല്ലാവരും ഉല്ലസിച്ച് കഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇത് 5-ാം നമ്പർ ഡക്കിലാണ്. ഈ റിസപ്ഷനിലാണ് ഇവർ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട അഡ്വൈസും മറ്റു കാര്യങ്ങൾ തരുന്നത്. വളരെ കോപ്പറേറ്റീവായ സ്റ്റാഫാണ് റിസപ്ഷനുള്ളത്. കപ്പലിലുടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞൊരു വലിയൊരു പ്രത്യേകത, ചെറുതും വലുതുമായിട്ട് എല്ലാ ലൈറ്റുകളും വാം ലൈറ്റുകളാണ്. അതുതന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ലൈറ്റുകളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലുള്ള പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കോറിഡോറാണ്. ഈ കോറിഡോറിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയൽ വളരെ സിമ്പിളും എന്നാൽ നല്ല ഭംഗിയുള്ളതാണ്. ഈ കോറിഡോറിലാകെ ഇതുപോലെയുള്ള ഓരോ പ്രധാനപ്പെട്ടവരുടെ ആ ഫോട്ടോയും അവരുടെ ഡീറ്റെയിലും വെച്ച് വിജ്ഞാനപ്രദമായ അറിവുകൾ നമുക്ക് പകർന്നാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നല്ല ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് നല്ല നമുക്ക് നടക്കുമ്പോൾ നല്ല ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കപ്പലിനാകെ 9 ഡക്കാണ്. അതിൽ 8-ാം നമ്പർ ഡക്ക് വരെ പാസഞ്ചേഴ്സിന് പ്രവേശനമുള്ളൂ. മറ്റേത് ക്യാപ്റ്റനാണ്. ഈ 9-ാം നമ്പർ ഡക്കിൽ പോകാൻ ഒരു ചെറിയ എലിവേറ്ററുണ്ട്. അത് എലിവേറ്ററിൻ്റെ സൈഡിൽ ഇവർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കപ്പൽ തുറമുഖത്തോട് അടുക്കുമ്പോൾ ജീവനക്കാർ കയറുകൾ വലിച്ച് ഉറപ്പിച്ച് കെട്ടുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ഒത്തുചേർന്ന് ഈ കഴിഞ്ഞുപോയ യാത്രയുടെ മനോഹരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ സുന്ദര നിമിഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി എക്സ്പെഡിഷൻ ടീമിലെ മുഴുവൻ ടീമംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ 12 ദിവസം ഞങ്ങൾക്ക് നൽകിയ സേവനം വളരെ വിലപ്പെട്ട സേവനമാണ്. അവരെ ഈ 12 ദിവസത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ ഏതൊരു യാത്രയും ഒത്തുചേരൽ ഉണ്ടാകുമ്പോൾ സന്തോഷവും പിരിഞ്ഞു പോകുമ്പോൾ വേദനയും ഉണ്ടാകും. അതുപോലെ ഒരു ഫീലിംഗാണ് എനിക്ക് ഇവിടെ തോന്നിയത്. ലോകത്തിലെ ഏറ്റവും അറ്റത്തുള്ള നഗരം, അതും ലോകത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നഗരം ഉസുവായ, അർജൻറ്റീനയിലെ ഉസുവായ. ഈ ഉസുവായിൽ നിന്നാണ് അന്റാർട്ടിക്ക എക്സ്പെഡിഷനുള്ള 90% ഷിപ്പുകളും
സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 80,000-ഓളം ജനസംഖ്യയുള്ള ഈ മനോഹരമായ മലഞ്ചെരുവിലുള്ള മയങ്ങിക്കിടക്കുന്ന ഈ നഗരം, ഇത് കടലും മലയും എല്ലാം കൂടെ സംയോജിച്ച് വളരെ മനോഹരമായ ഒരു നഗരമാണ്. ലോകാവസാന നഗരം എന്ന് പറയുന്ന ഈ ഉസുവായ, ഇത് ഗേറ്റ് വേ ഓഫ് അന്റാർട്ടിക്കയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസം, അതോടൊപ്പം തന്നെ IT-ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും ഉണ്ടാക്കൽ, അതുപോലെ സെൽഫോൺ മെയിനായിട്ട് മേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ ഒരുപാട് തരം ആക്ടിവിറ്റീസും എല്ലാ വിധത്തിലുള്ള അത്യാവശ്യം വ്യവസായങ്ങളുള്ള ഈ ലോകത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസാനത്തെ നഗരം തന്നെയാണ് ഉസുവായ. ഇവിടുത്തെ ഈ റോഡുകളാണെങ്കിൽ വളരെ ഭംഗിയും നല്ല നീറ്റുമാണ്. പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ട്രഡീഷണലായിട്ടാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ സിറ്റിയുടെ സെൻറ്ററാണിത്. എന്തൊരു സൗന്ദര്യമാണ് ഈ ഉഷുവായ. ഇത് ഉസുവായിലെ ഓൾഡ് എയർപോർട്ടാണ്. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം 1985-ലാണ് ഈ എയർപോർട്ട് ഇവിടെ തുടങ്ങിയത്. ഇത് ചെറിയൊരു എയർപോർട്ടാണ്. പക്ഷേ ഈ അല്പം വലിയ വിമാനങ്ങളൊക്കെ ഇവർ ലാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അപകടങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഇവർ ഈ എയർപോർട്ട് അടച്ചത്. ഇപ്പോൾ ഇത് ഹെലികോപ്റ്ററും സൈനിക ആവശ്യത്തിനുള്ള ചെറിയ വിമാനങ്ങൾ മാത്രമേ ഇവിടെ ഇറക്കുകയുള്ളൂ. പക്ഷേ ഇത് ഈ ഉസുവായ സിറ്റി കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ ഓൾഡ് എയർപോർട്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ കടലിൽ ആങ്കരീകരിക്കുന്ന ചെറിയതും വലുതുമായ ബോട്ടുകൾ, ചെറിയ കപ്പലുകൾ, അതിൻ്റെ അപ്പുറത്ത് ഉസുവായ സിറ്റി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് മാർട്ടിൽ ഗ്ലേഷ്യർ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലേഷ്യറാണ്. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല സീനിക്കായ വ്യൂ പോയിൻ്റാണ് ഈ ഓൾഡ് എയർപോർട്ട്. മുൻപ് ക്രാഷായ ഒരു പ്ലെയിനാണ് ഈ കാണുന്നത്. ഇത് ഈ ഉഷുവായ ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഞാനിപ്പോൾ ഉള്ളത് ഉഷുവായിലെ ടൂറിസ്റ്റ് പോസ്റ്റ് ഓഫീസാണ്. ഇതാണ് ലോകത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ടൂറിസ്റ്റ് പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലേക്കും കേരളത്തിലേക്കുമൊക്കെ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ് കാർഡ് അയക്കാം. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് കാർഡ് മേടിച്ച് വീട്ടിലേക്കൊന്ന് പോസ്റ്റ് ചെയ്യാം. ഇത് പലതരം പോസ്റ്റ് കാർഡുണ്ട്. അപ്പോൾ ഞാനൊന്ന് സെലക്ട് ചെയ്യട്ടെ. ഈ പെൻഗ്വിൻ്റെ നാട്ടിൽ വരുമ്പോൾ പെൻഗ്വിൻ്റെ ഫോട്ടോയുള്ള നല്ല ഒരു പോസ്റ്റ് കാർഡാണിത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിതൊന്ന് അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ $1 പോസ്റ്റ് കാർഡാണിത്, $1. പക്ഷേ ആ ഡോളറിൻ്റെ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിൽ $6.5 $6.5 ഇൻ്റർനാഷണൽ സ്റ്റാമ്പ് വേണം. ആ സ്റ്റാമ്പാണിത്. സ്റ്റാമ്പ് ഒട്ടിച്ചു, അഡ്രസ്സ് എഴുതി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ഉടനെയൊന്നും കിട്ടിയാൽ എനിക്ക് മിക്കവാറും ഒരു മാസമെങ്കിലും എടുക്കും. ഞങ്ങൾ പോസ്റ്റ് കാർഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയ നഗരമാണെങ്കിലും നല്ല വൃത്തിയുള്ള നഗരമാണ് ഉസുവ. ആ ഉസുവയിലെ ആ സിറ്റിയിലൂടെ നടക്കുമ്പോൾ ഒരു നല്ല കോഫി ഷോപ്പുണ്ട്. ആ കോഫി ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് ഒരു കോഫി കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി. അകത്ത് വന്നു. അപ്പോൾ കോഫി ഓർഡർ ചെയ്യാൻ നേരത്താണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഫ്രഞ്ച് ടോസ്റ്റ്. ആ ഫ്രഞ്ച് ടോസ്റ്റ് ഒരു കോഫിയിനകത്തെ ഓർഡർ ചെയ്ത്. അപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ക്രീമിൽ മുക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ ഇവിടുന്ന് കോഫിയും ഫ്രഞ്ച് ടോസ്റ്റും ഒക്കെ കഴിച്ച് ഞങ്ങളിറങ്ങി.
നല്ല കോഫിയും നല്ല ഫ്രഞ്ച് ടോസ്റ്റുമായിരുന്നു. അപ്പോൾ ഉഷോയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ടെൻറ്റ് സാറ കോഫി ഷോപ്പ് മറക്കരുത്. കാരണം അതൊരു നല്ല കോഫിയും ഫ്രഞ്ച് ടോസ്റ്റും കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം, $13 ഞങ്ങളുടെ ബില്ല്. അപ്പോൾ ഞാൻ $20 കൊടുത്തു, കിട്ടിയത് 13,600 രൂപയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അർജൻറ്റീനയിലെ മണി വാല്യൂ, അപ്പോൾ എനിക്ക് ബാലൻസ് കിട്ടേണ്ടത് $7. $7 വരെ 13,600 രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ മണി വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഉഷുവായിലൂടെ നടക്കുകയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണാൻ പറ്റുന്നൊരു സിറ്റിയാണ്. ഇത് ഈ കെട്ടിടം നോക്കിയാൽ ഇതൊരു പഴയ മോഡലാണ്. ഇതാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ നടന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചകളിൽ ഒന്ന് പ്രധാനപ്പെട്ടത്, ഒന്ന് ഇവിടുത്തെ കൂടുതലും ഈ കഫറ്റേരിയയും കോഫി ഷോപ്പും സൊവനീർ ഷോപ്പുമാണ്. പിന്നെ ഈ സ്റ്റോണിൻ്റെ നല്ല നല്ല കല്ലുകൾ ഇവിടെ കിട്ടും. അങ്ങനെ അതാണ് ഇവിടെ കൂടുതലും. കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്ഥലം കൂടെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 90% അന്റാർട്ടിക്കയിലേക്കുള്ള ഷിപ്പുകൾ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഒരു അട്രാക്റ്റീവായ കടകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നടക്കുന്ന വഴിയാണ് ഒരു ചെറിയ ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അകത്ത് കയറി. കണ്ടപ്പോൾ ഓരോന്നൊക്കെ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു 100 ഗ്രാം വെച്ച് ഞാനൊരു കുറച്ച് പാക്കറ്റ് വാങ്ങുന്നുണ്ട്. എന്തായാലും ഓർഡർ കൊടുത്തു. ഈ കടക്കാരി വളരെ സ്മാർട്ടാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ഏത് ജംഗ്ഷനിൽ നോക്കിയാലും ഉഷുവായ പോർട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ഈ കപ്പലിൽ കയറാൻ ഉഷുവായി വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് മഞ്ഞ് അധികമായിട്ടില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല മഞ്ഞ് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ സിറ്റിയിലൂടെ നടന്ന ഉഷുവ പോർട്ട് വന്നു. ആ പോർട്ടിൽ ആങ്കർ ചെയ്തിരിക്കുന്ന കപ്പലുകൾ, അത് പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന ആൽബർട്ടോസും വേറൊരു ആൽബർട്ടോസും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആ മൗണ്ടൻ മഞ്ഞണിഞ്ഞ് കിടക്കുന്നതും മേളിലെ വെള്ളിമേഘങ്ങളും നീലാകാശവും കൂടെ ചേരുമ്പോൾ ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് ഈ ഉഷുവായ നിന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മുടെ അറ്റ്ലീന ചേച്ചിയെ കണ്ടത്. അവർ ശരിക്കും ഒരു ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്താണ് ആൽബർട്ടോസിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണ്. ഇവരൊക്കെ സത്യം പറഞ്ഞാലേ, ഇവരെ കാണുമ്പോഴാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവർ ബോംബെയിലാണ്. അപ്പോൾ ശരിക്കും ആ ബോംബെയിൽ നിന്ന് സോളോ ആയിട്ട് ഇത്രയും ദൂരം വന്ന് യാത്ര ചെയ്ത് ഞങ്ങളുടെ വളരെ എനർജറ്റിക് ആയിരുന്നു. ഞങ്ങളെപ്പോൾ നോക്കുമ്പോഴും പുള്ളിക്കാരി എനർജിക്ക്, ഈ ബാഗ് പോലും ഒക്കെ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനിറങ്ങിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ യാത്ര ചെയ്യേണ്ടതിൻ്റെ അല്ല ഓരോരുത്തർക്കും ഉള്ള ശരിക്കും അവർക്ക് ഉള്ള അവരുടെ ഇഷ്ടം അവരുടെ പാഷൻ, ഈ യാത്രയെക്കുറിച്ച് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഇതുപോലുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോഴാണ്. Thank you so much. I hope you said something good about me. All the very best for your blogging and thank you so very much. ഇത് എവിറ്റ 1940-കളിൽ അർജൻറ്റീനയിലെ പ്രസിഡൻ്റായിരുന്നു. അർജൻറ്റീനയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് എവിറ്റ. അപ്പോൾ ഞങ്ങൾ ഒരു 2-2.5 മണിക്കൂർ ഈ ഉഷുവായ നഗരം നടന്നു കണ്ടു. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും കണ്ട് ആസ്വദിച്ചു. അപ്പോൾ ആർക്കും 2-2.5 മണിക്കൂറുണ്ടെങ്കിൽ നടന്ന് കാണാൻ പറ്റുന്ന ഒരു നഗരമാണ് ഉഷുവായ. പിന്നെ ഈ ക്രിസ്മസ് അർജൻറ്റീനക്കാർക്ക് വലിയ ആഘോഷമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ക്രിസ്മസ് ആഘോഷം തുടങ്ങി. അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഈ ഉഷുവായ സിറ്റിയുടെ ഒരു ഏരിയ ഗിഫ്റ്റ് ഷോപ്പും കഫറ്റേരിയയും കോഫി ഷോപ്പും ഈ സ്റ്റോൺസിൻ്റെ കടകളുമൊക്കെയാണ്. എന്നാൽ വേറൊരു ഏരിയയിൽ ബ്രാൻഡഡ് ഷോപ്പുകളാണ്. അപ്പോൾ ഉഷുവായി വരുന്ന ഏതൊരാൾക്കും ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ വാങ്ങുവാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഈ സിറ്റിയിലുണ്ട്. ഏതൊരാൾക്കും മനസ്സിൽ ഭയങ്കരമായ ഇഷ്ടമുണ്ടാകുന്ന ഒരു മനോഹര നഗരം തന്നെയാണ് ഈ ഉഷുവായ.